എന്താ? മറ്റൊരു വിഷയം അത് സ്ത്രീ പള്ളി പ്രവേശമായിട്ട് ബന്ധപ്പെട്ട അത് പിന്നെ മുസ്ലിയാരെടുത്ത് തിരിച്ചും മറിച്ചും എന്നാലും പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അത് ഉറപ്പായി. ആദ്യ പ്രസംഗത്തിലുള്ള പോലെ ഫലിക്കുന്നില്ല. ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. എങ്ങനെ പറയണം എന്ന് മുസ്ലിയാർ തന്നെ ശങ്കിക്കുന്നു. ആയിക്കൊള്ളട്ടെ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടതിന് വിഭിന്നമായി ആ വിഷയത്തിൽ ഒന്നുകൂടി ക്ലിയർ ആകുന്ന ഒരു പരാമർശത്തോടെ ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വരട്ടെ, ആ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഇതുപോലെ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ചില ആളുകൾ സ്ത്രീ പള്ളി പ്രവേശം, നമ്മളെ സുന്നികളും പറയുമല്ലോ സ്ത്രീ പള്ളി പ്രവേശം, അങ്ങനെ പറയാൻ തന്നെ പാടില്ല. സ്ത്രീ പള്ളി പ്രവേശം അങ്ങനെ ചർച്ചയില്ല സുന്നികളല്ലാത്തവരും തമ്മിൽ. പിന്നെ സുന്നിയല്ലാത്തവർ നമ്മുടെ തർക്കം എന്താണ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചൂടെയല്ല. അത് നമ്മളെ മദ്രസയിലെ ബുക്കിലൊക്കെ ഉണ്ട്. ഹൈലുള്ള സമയത്ത് സ്ത്രീക്ക് പള്ളി കടക്കാൻ പാടില്ല, ജനാപത്തുള്ള സമയത്ത് പുരുഷന്മാർക്ക് കടക്കാൻ പാടില്ല. പള്ളി പ്രവേശിച്ചുള്ള മസീൽ അങ്ങനെ. പിന്നെ എന്താ നമ്മൾ തമ്മിൽ തർക്കം? സ്ത്രീകൾ ജുമഅക്കും ജമാഅത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാവോ പോയിക്കൂടേന? അത് പള്ളിയിലേക്കാണെങ്കിലും ശരി, മദ്രസയിലേക്കാണെങ്കിലും ശരി, എവിടെയാണ് ശരി, ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പോയിക്കൂടെ? ഇതാ തർക്കം. പള്ളി പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ? അങ്ങനെ ഒരു തർക്കം സുന്നികളല്ലാത്തവരും തമ്മിലില്ല. ഞാൻ 100 പ്രാവശ്യം വരെ പ്രസംഗത്തിലും അത് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരിൽ ചിലർ സ്ത്രീ പള്ളി പ്രവേശനം തന്നെ ബാനർ എഴുതിക്കൊണ്ടുവരും. സ്ത്രീ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ച് 10 മില്യൺ അല്ല മദ്രസയിൽ, നമ്മളെ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസത്തിൽ മദ്രസയില്ലേ സ്ത്രീക്ക് പള്ളി പ്രവേശിക്കാമോ പ്രവേശിച്ചു? അങ്ങനെ തർക്കമുണ്ട് നമ്മുടെ ദീനിൽ. സ്ത്രീക്ക് പള്ളിയിൽ കിടക്കാമോ കടന്നുകൂടേതല്ല. ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, എന്നിട്ടോ ആ വീട്ടുകാർക്ക് ആ റൂമിൽ കടന്നു. എന്താ തെറ്റ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചുകൂടാനാ? അത് പള്ളിയല്ലേ? ഒരു റൂം പള്ളിയാക്കി പള്ളിയാവൂലേ? അവിടെ ഒരു പെണ്ണ് കടന്നാൽ തെറ്റുണ്ടോ? അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോകാമോ പുറപ്പെട്ടു പോയിക്കൂടെ? ഇതാണ് സുന്നികളല്ലാത്തവരും തമ്മിലുള്ള തർക്കം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ. ശാഫിഈ ഇമാമിന്റെ വാചകം എത്ര അർത്ഥവത്താണ്! ഒരൊറ്റ ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. ഒരു ജുമുഅയിലും പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു, ഒരു ജുമുഅയിലും പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടുകൂടെ എന്നാ തർക്കം. എന്തിന്? നിസ്കാരത്തിന് വേണ്ടി, ജുമുഅക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. ഇവിടെയാ തർക്കം. അല്ല പള്ളി കടക്കാവോ കടന്നുകൂടുന്നതിന്റെ തർക്കം തന്നെ സുന്നികളും അല്ലാത്തവരും തമ്മിൽ ഇല്ല. അത് വേറൊരു വിഷയമാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ വന്ന് കലരാനും പങ്കെടുക്കാനും പാടില്ല. അത് പള്ളിയിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തും പാടില്ല. അത് വേറൊരു വിഷയം. സ്റ്റേജ് പോലും പാടില്ല. കണ്ടോ? പിന്നെന്തിനാ മുസ്ലിയാരുടെ വാദം പറയണത്? ആർക്കാ നിങ്ങൾ മറുപടി പറയണത്? പെണ്ണുങ്ങൾ പള്ളി പോകും, സ്ത്രീ പള്ളി പ്രവേശം എന്ന് പോലും പറയാൻ പാടില്ല. കാരണം സ്ത്രീ പള്ളി പ്രവേശം എന്നതിന് പോലും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ മാറിയില്ല എന്ന് നിങ്ങൾ ഇവിടുന്ന് ഒച്ചയിട്ടാലേ ആരത് കേൾക്കും? നിങ്ങൾ മാറിയില്ല, നിങ്ങളുടെ കൗവ് മാറി, നിങ്ങളുടെ നേതാക്കന്മാര് മാറി, നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് മാറേണ്ടി വന്നു. അവസാനം ഇപ്പൊ ഇവിടെ പിന്നെ ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ മാറാനാ? സ്ത്രീകൾ പള്ളിപ്രവേശം എന്ന് പോലും പറയാൻ പാടില്ല. കാരണം അതിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമല്ല. നേരെ ഹുറൂജ് അടിക്കൽ, പുറപ്പെട്ടു പോകല്, അതിലേ തർക്കമുള്ളൂ. പുറപ്പെടാതെ പോകാം, കുഴപ്പമില്ല. പുറപ്പെട്ടു പോകരുത്, പുറപ്പെടാതെ പോകണം. അതെങ്ങനെ പോകും? അത് നമുക്ക് അറിഞ്ഞൂടാ. പുറപ്പെടാതെ പൊക്കോളം, പുറപ്പെട്ടു പോകരുത്, അതിനേ ഉള്ളു പ്രശ്നം. പുറപ്പെടാതെ പോയാല് തർക്കമൊന്നുമില്ല. പെണ്ണ് പള്ളി കയറാൻ പറ്റുമോ? ഒരു തർക്കമില്ല, പള്ളി കയറാം. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല. അങ്ങനെ സംഭവം തന്നെ മൂപ്പര് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും ഇയാൾ ഖണ്ഡനം പറയാം. ആർക്കാ ഖണ്ഡനം?